MCA തുടരുന്നു. വീണ്ടും MCA ഗൾഫ് അപ്ഡേറ്റ്സ് പറയൂ. നിഷാദ്, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും, ഒമാൻ ഒഴികെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ തുനിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളൊക്കെയും തന്നെ സ്ഥിരീകരിക്കുന്നത്. അത് ഒരു ഘട്ടത്തിൽ മാത്രമല്ല, ഇപ്പോൾ ബഹ്റൈന് നേരെയും അതോടൊപ്പം തന്നെ കുവൈത്തിന് നേരെയും ഒക്കെ വീണ്ടും തുടരാക്രമണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ UAE ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തമാക്കുന്നത് UAE നേരെ വന്ന മിസൈലുകളൊക്കെയും പ്രതിരോധിക്കാൻ സാധിച്ചു എന്നാണ് UAE ഔദ്യോഗിക വാർത്താ ഏജൻസി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര മിസൈലുകൾ വന്നു, എത്ര മിസൈലുകൾ പ്രതിരോധിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും അതിൽ വ്യക്തത വരാൻ പോകുന്നത്. പക്ഷേ ബഹ്റൈൻ, അതോടൊപ്പം തന്നെ ഖത്തർ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്കൊക്കെയും ആക്രമണം നടന്നിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കാരണം ഇനിയും തുടരാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ്. വിമാന കമ്പനികൾ പലതും സർവീസുകൾ നിർത്തിവെക്കുന്നതായ റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട്. പക്ഷേ എത്ര നേരത്തേക്കായിരിക്കും ഈ വ്യോമാതിർത്തി അടച്ചത് എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം ലഭ്യമായിട്ടില്ല. കാരണം ഈ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് മാറുന്നതുവരെ ഒരുപക്ഷെ ഈ ആകാശപാതകൾ അടഞ്ഞു കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും എല്ലാ അർത്ഥത്തിലുള്ള മുൻകരുതലുകളും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട US കേന്ദ്രങ്ങളിൽ അവരുടെ എംബസികൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, വ്യോമ കേന്ദ്രങ്ങൾക്കൊക്കെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു ആശങ്കയൊന്നുമില്ല. പക്ഷേ സ്ഥിതിഗതികൾ വളരെ വളരെ ആശങ്കാജനകമായി തന്നെ തുടരുകയാണ് ഒമാൻ ഒഴികെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും. നിഷാദ്, ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായത് ബഹ്റൈന് നേരെയാണ് അല്ലേ MCA? നിഷാദ്, തീർച്ചയായിട്ടും. കാരണം നിരവധി തവണയാണ് ബഹ്റൈനിൽ സ്ഫോടനം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളൊക്കെയും സ്ഥിരീകരിക്കുന്നത്. കാരണം നമുക്കറിയാം, അമേരിക്കയുടെ 5ാം കപ്പൽപ്പട സ്ഥിതി ചെയ്യുന്ന ഒരു ആസ്ഥാനമാണ് ബഹ്റൈനിലെ ജുഫൈർ എന്ന ആ പ്രദേശം. അവിടെയായിരുന്നു രാവിലെ സ്ഫോടനം നടന്നത്. വീണ്ടും തുടർ സ്ഫോടനങ്ങളും അവിടെ നിന്ന് കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വിവിധ വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല എന്നത് അവർക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ പ്രഹരശേഷി, കുറഞ്ഞ ഹ്രസ്വദൂര മിസൈലുകൾ അയച്ചുകൊണ്ട് തന്നെ അവർക്ക് ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അമേരിക്കൻ താല്പര്യങ്ങളെ കൂടുതൽ ഹനിക്കാൻ ഈ സ്വഭാവത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഇറാൻ കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫ് രാജ്യങ്ങളുമായി ഏറ്റവും നല്ല ബന്ധം നിലനിർത്തുന്ന ഒരു രാജ്യമാണ്. എന്നിട്ട് പോലും തങ്ങൾക്ക് നേരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിന് തങ്ങളുടെ മണ്ണിന് നേരെ നടത്തിയിരിക്കുന്ന ഇറാന്റെ തിരിച്ചടി ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം അത്രയേറെ നല്ലൊരു ബന്ധത്തിലേക്ക് ഈ ഇറാനും ഗൾഫ് രാജ്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ കരുതലോടുകൂടിയ ഒരു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. എന്തായാലും തങ്ങളുടെ വ്യോമകേന്ദ്രങ്ങളോ മറ്റോ ഉപയോഗിച്ച് ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടാകരുത് എന്ന് തന്നെ ഈ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നേരത്തെ തന്നെ അക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു നീക്കവും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അമേരിക്കയുടെ തങ്ങളുടെ പ്രധാന ടാർഗറ്റുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളായിരിക്കുമെന്ന് അല്പം മുമ്പും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. അവിടേക്ക് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഒരു സൂചന കൂടിയാണ് ഇറാൻ സൈനിക നേതൃത്വം നൽകുന്നതും. ശരി 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 MCA നാസറാണ് വിവരങ്ങൾ നൽകുന്നത്. അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണമാണ് കാണുന്നത്. ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് അമേരിക്കയുടെ സകല താവളങ്ങളും താല്പര്യങ്ങളും ഞങ്ങളുടെ പരിധിക്കകത്താണ്, ഞങ്ങളത് പോവുകയാണ് എന്ന ഇറാനിയൻ ഒഫീഷ്യൽസിനെ കോട്ട് ചെയ്തുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിലെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖാംനയിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായത് ബഹ്റൈനിലാണ്. റിയാദിലടക്കം സ്ഫോടനമുണ്ടായതായി പറയപ്പെടുന്നു സൗദി അറേബ്യയിൽ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാകമാനം വലിയ സുരക്ഷാ ഭീതി ഉണ്ടാക്കിയിരിക്കുന്നു ഇത് എന്നത് നിശ്ചയമായും പറയാം. സുഹൈലെ 4 ദിവസം നീളുന്ന ആക്രമണം എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇസ്രായേൽ. ആ 4 ദിവസം കൊണ്ട് ഇറാന്റെ പ്രത്യാക്രമണ ശേഷി സമ്പൂർണ്ണമായും തകർക്കാം എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. തീർച്ചയായും നിഷാദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലും അതേപോലെ തന്നെ പെന്റഗണും പറയുന്നത് ഇറാന്റെ മിസൈൽ ശേഖരങ്ങൾ തകർത്താൽ അത് 2025 ആക്രമണത്തോടു കൂടി അവിടെയുള്ള വലിയ ആണവ ശേഖരത്തെ തകർക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരു വാദം ഇനി 2ാം ഘട്ടത്തിൽ അവരുടെ മിസൈൽ ശേഖരത്തെ പൂർണ്ണമായും തകർക്കാനും
സാധിക്കും എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം, ഈ മിനിറ്റിലെ വിവരം എന്ന് പറയുന്നത് ഇറാനിലെ വിവിധ നഗരങ്ങളിൽ വലിയ എക്സ്പ്ലോഷൻസ്, വലിയ പൊട്ടിത്തെറികൾ ഇപ്പോൾ കേട്ടു എന്നുള്ളതാണ്. ഇത് മൂന്നാമത്തെ ആക്രമണമാണ്. പ്രാദേശിക സമയം 8:10 ഒന്നാമത്തെ ആക്രമണം ഉണ്ടായത്. ഉച്ചയോടുകൂടി രണ്ടാമത്തെ ആക്രമണം ഉണ്ടായി. മൂന്നാമത്തെ ആക്രമണം ഇതാ തൊട്ട് മിനിറ്റുകൾക്ക് മുമ്പ് ഇപ്പോൾ ഉണ്ടായി. ഈ ആക്രമണത്തിലോട് കൂടി, വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണത്തിലോട് കൂടി ഇറാന്റെ മിസൈൽ ശേഖരത്തെ പൂർണ്ണമായും തകർക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ഉള്ളത്. ആ ആക്രമണത്തിന്റെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് തിരിച്ചടികൾ നന്നായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു, അതേപോലെ തന്നെ US ബേസുകൾക്ക് നേരെ ഉണ്ടാകുന്നു. ഇപ്പോൾ വരുന്ന ഒരു സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ വലിയ കപ്പലിന് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. ഈ ആക്രമണം എത്രത്തോളം സ്ഥിരീകരിക്കാൻ സാധിക്കും, ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇതിനുണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം വിലയിരുത്തേണ്ടതാണ്.